കുഞ്ഞുനാൾ മുതലേ അമ്മ പറഞ്ഞിരുന്ന ഹെയർ കെയറിനാവട്ടെ സ്കിൻ കെയറിനാവട്ടെ പറഞ്ഞിരുന്ന ഓരോ ടിപ്സുകൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഹെയർ കെയർ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മുടി ഒരുപാട് കൊഴിഞ്ഞു പോയ സമയത്തൊക്കെ ഞാൻ ഈ റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് തോന്നിയതും മുടി നല്ല രീതിയിൽ റീഗ്രോത്ത് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത 3 ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേത് ഒരു ഹോട്ട് ഓയിൽ മസാജ് ആണ് കേട്ടോ. പല ഓയിലുകളും ഉപയോഗിച്ചിട്ടും റിസൾട്ട് കിട്ടാത്തവർ ഈ ഓയിൽ ഉറപ്പായും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അതിനായിട്ട് ഏകദേശം 1 കപ്പ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാൻ ഇവിടെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഓഫ് കറിവേപ്പില, പിന്നെ കറ്റാർ വാഴത്തട, പിന്നെ ഏകദേശം ഒരു സവാളയുടെ പകുതി അരിഞ്ഞത്, പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് ഉലുവ. ഇത്രയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എണ്ണ ഒന്ന് തിളപ്പിക്കണം. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കളർ മാറുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇത് പോരാ, കുറച്ചുകൂടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഉടനെ അരിച്ചു മാറ്റുന്നില്ല. ഏകദേശം ഇത് നല്ല രീതിയിൽ ഒന്ന് ചൂടാറിയ ശേഷം ഇതിനെ നമുക്ക് അരിച്ചു മാറ്റാം. അപ്പൊ അതിന്റെ ഗുണങ്ങളെല്ലാം നമുക്ക് ആ എണ്ണയിൽ കിട്ടിക്കോളും. ഇനി നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. എപ്പോഴും ഞാൻ എണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കുറച്ച് അളവിലേ ഉണ്ടാക്കാറുള്ളൂ. ഒരുപാട് ഉണ്ടാക്കി എന്താ പറയുക, ഇന്ന് പൂത്തൊന്നും പോകേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന്റെ നല്ല ഗുണങ്ങൾ നിലനിൽക്കുന്ന സമയത്തിന് നമുക്ക് ഉപയോഗിച്ച് തീർക്കുകയും ചെയ്യാം. വീണ്ടും നമുക്ക് ആവശ്യം അനുസരിച്ച് വീണ്ടും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഹെയർ മസാജ് ചെയ്യാം. അതിനായിട്ട് തന്നെ എപ്പോഴും ചെറു ചൂടോടെ എണ്ണ നല്ല രീതിയിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതോടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് മാത്രമല്ല ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഇങ്ങനെ എണ്ണ തേച്ചാൽ മതിയായിരിക്കും. അത് പക്ഷെ നല്ല രീതിയിൽ സമയം എടുത്ത് തന്നെ നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഓരോ ഇൻഗ്രീഡിയന്റും ശരിക്കും ഇഫക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് തന്നെ ഈ കറിവേപ്പില എന്ന് പറയുന്നത് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒരുപാട് അടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല അലോവേര ജെല്ല് നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. മോയ്സ്ചറൈസ് ചെയ്യാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒണിയൻ സൾഫർ റിച്ച് ആണ്. അത് ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല നിങ്ങളുടെ ഡാൻഡ്രഫിനെ കുറയ്ക്കാൻ ഫെനുഗ്രീക്ക് സീഡ് അഥവാ നമ്മുടെ ഈ ഉലുവ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താണ് ഇത് നമ്മൾ ഈ മാസ്ക് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഒരു മുട്ട എടുത്തു, മഞ്ഞയും വെള്ളയും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓഫ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ ഓഫ് ഹണിയാണ്. പിന്നെ 4ാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഏത്തം പഴത്തിന്റെ പകുതി കഷ്ണങ്ങളായി അരിഞ്ഞതാണ്. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, നമ്മൾ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം. എന്നിട്ട് വേണം നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കൂടെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചേർക്കാൻ പോകുന്ന 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് നല്ല ഒരു പരുവത്തിലാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാസ്ക് നന്നായിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ നമ്മുടെ ഓരോ മുടിയുടെ വേരിലും നന്നായിട്ട് ഇത് ആകണം, എങ്കിൽ മാത്രമേ ഇത് കാര്യമുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസും ശരിക്കും ഇഫക്റ്റീവ് ആണ്. കാരണം നമുക്കറിയാം മുട്ടയിൽ എന്തുമാത്രം പ്രോട്ടീൻ ഉണ്ടെന്നും അത് നമ്മുടെ മുടിയുടെ കട്ടി കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും.
ബനാന എന്ത് ചെയ്യുന്നു, നമ്മളെ മോയ്സ്ചറൈസ് ചെയ്യാനും പൊട്ടാസ്യം റിച്ച് ആണ്. അതുപോലെ തന്നെ ഇലത്തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹണി എന്ന് പറയുന്നത് സ്കാൽപ്പിലെ ഡ്രൈനെസ് മാറ്റാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമുക്കറിയാം ചിലർക്കൊക്കെ നല്ല രീതിയിലൊന്ന് മുടി കോംബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഇളകുന്നതായിട്ടും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പുള്ളവർ ഒരുപാടുണ്ട്. അപ്പോൾ ഹണി നിങ്ങൾ അതിന് ആ ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷമേ ഇത് വാഷ് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ മാസ്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ഗുണം കിട്ടത്തുള്ളൂ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഹെയർ സ്പ്രേ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പലതരത്തിലുള്ള ഹെയർ സെറംസ് ഒക്കെ നമുക്കിപ്പം അവൈലബിൾ ആണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ശരിക്കും നാച്ചുറൽ ആണ്. ഒരു കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 4 ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഞാൻ ഇതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ആഡ് ചെയ്ത 1 ടേബിൾ സ്പൂൺ ഓഫ് മുരിങ്ങ പൗഡറാണ്. പിന്നെ റോസ്മേരി ലീഫ്, പിന്നെ നമ്മുടെ ബ്ലാക്ക് കുമിൻ സീഡ്, നമ്മുടെ മലയാളത്തിൽ തന്നെ കരിഞ്ജീരകം എന്ന് പറയും. പിന്നെ 4മതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ടീ പൗഡറാണ്. ഇത് ശരിക്കും എഫക്റ്റീവാണ് കേട്ടോ. ഇനി എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഏകദേശം 5-10 മിനിറ്റ് മുതൽ തിളപ്പിക്കണം. അതിനുശേഷം അങ്ങനെ തന്നെ ഉടനെ അരിച്ചു മാറ്റാൻ നിങ്ങൾ നിൽക്കേണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് അരിച്ചു മാറ്റേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് മാറിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അതിലേക്ക് മാറ്റണം. നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇത് കവർ ചെയ്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ കിടക്കട്ടെ. അടുത്ത ദിവസം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയായിരിക്കും. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും ശരിക്കും ഹെൽപ്ഫുൾ ആണ്. മുരിങ്ങ പൗഡറിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തേയിലപ്പൊടിയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. അത് കാരണം നമ്മുടെ മുടി കൊഴിച്ചിൽ ഇത് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. റോസ്മേരിയുടെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് വഴി ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് കുമിൻ സീഡ് എന്ന് പറയുന്നത് ശരിക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഹെയർ ലോസിനെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെ കൂട്ടാൻ സഹായിക്കുന്നു. മൊത്തത്തിൽ ഹെയറിനെ നറിഷ് ചെയ്യുന്നു. നല്ല രീതിയിലുള്ള ഷൈനിങ് ആയിട്ടുള്ള ഹെയർ നിലനിർത്താൻ ഈ ഒരു ഇൻഗ്രീഡിയന്റ്, അതായത് നമ്മുടെ ബ്ലാക്ക് കുമിൻ സീഡ് അഥവാ കരിഞ്ജീരകം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഹെയർ ഗ്രോത്തിന്റെ കാര്യത്തിൽ ശരിക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ള 3 സ്റ്റെപ്പാണ് ഞാൻ ഈ വീഡിയോയുടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇതുപോലെ ഹെയർ കെയർ, സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ see you.